യെസ്. അപ്പോൾ വചനം വായിക്കുക, മനസ്സിലാക്കുക, ആവശ്യമാക്കി മാറ്റുക, നമ്മുടെ ജീവിതത്തെ മാറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനം വായിക്കണം, ദൈവവചനം മനസ്സിലാക്കണം എന്നൊരു ഒരാൾ പറയുകയാണെങ്കിൽ കാരണം എന്തായിരിക്കും? ദൈവവചനം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഗ്രന്ഥമാണ്. ഇപ്പം നമ്മൾ ദൈവം ഇങ്ങോട്ട് ഇങ്ങനെ ഇൻഫ്യൂസ്ഡ് ആയിട്ട് അകത്തുനിന്ന് പറയണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവം നമ്മളെ കുറിച്ചിട്ട് എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഓൾറെഡി. അതാണ് ദൈവവചനം. ദൈവവചനം പല കാര്യങ്ങളിൽ ഉപയോഗിക്കുന്നു. ഏറ്റവും പ്രധാനമായിട്ട് ഈശോ ഉപയോഗിച്ച ഒരു മാർഗ്ഗമാണ്, ഈശോയ്ക്ക് പ്രലോഭനം വന്നപ്പോൾ ഈശോ ദൈവവചനം ഉപയോഗിച്ച് പിശാചിനെ പരാജയപ്പെടുത്തിയെന്നാണ്. 3 തവണത്തെ പ്രലോഭനത്തിലും ഈശോ 3 വചനങ്ങൾ ഉപയോഗിച്ചാണ് പിശാചിനെ പരാജയപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പിന്നീട് എബ്രായർ 4:12 പറയുന്നത് ദൈവവചനമാകുന്ന ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വാൾ എന്ന് പറയുന്നുണ്ട്. സജീവവും ഒരു വചനം ഒരുതല വാളിനേക്കാൾ മൂർച്ചയേതാണ്. എഫെസോസ് 6:17 പറയുന്നുണ്ട് ആത്മാവിന്റെ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ എടുക്കുക എന്ന് പറയുന്നത്. ഒരു വാളാണ് വചനം എന്ന് പറയുന്നത്. അത് തിന്മയ്ക്കെതിരെ ഈശോ മരുഭൂമിയിൽ പൊരുതിയതുപോലെ നമ്മുടെ ജീവിതത്തിലും ഇതിനെതിരെ പോരാടാൻ, വെട്ടാൻ, തിന്മയെ പരാജയപ്പെടുത്താനായിട്ടുള്ള ഒരു മാരകമായ ഹൈലി പൊട്ടൻഷ്യൽ പവറുള്ള, ഇപ്പോൾ യുദ്ധം അതിൽ പവറുള്ള ഒരു ആയുധമാണ്. അത് വിശ്വാസത്തോടെ ഉപയോഗിച്ചാൽ, ഇത് ഉപയോഗിക്കേണ്ട എൻ്റെ അകത്തിരുന്നാൽ മതി വചനം. അത് നമുക്ക് പ്രൊട്ടക്ഷനാണ്. അത് നമുക്ക് സമയത്ത് ദൈവം അത് പ്രയോഗിച്ചോളും. അത് ദൈവം നമ്മുടെ ഉള്ളിൽ അതിനെ പൈശാചിക ശക്തിയിൽ അതിജീവിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ അടുത്ത് ബലം തരും. മാത്രമല്ല ആത്മീയ ജീവിതത്തിനെല്ലാം ഈ അകത്ത് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞില്ലേ, ദൈവവചനം അകത്ത് ഇരുന്നാൽ മതി. ഇപ്പം ഞാൻ വചനം പഠിക്കുന്നു, ഈ വചനം എൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിനൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാം, അത് അകത്തുണ്ട്, അതെങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യും, ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തത്. അകത്തിരുന്നാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റലക്ച്വലി പഠിക്കുന്നത് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു അഭിഷേകമായിട്ട് വചനം മാറണം. അത് അഭിഷേകമായിട്ട് വചനം മാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് വചനങ്ങൾ നമുക്കിപ്പോൾ അതിങ്ങനെ കൊട്ടേഷൻ പറയുന്നതിനപ്പുറം ഒരു വചനം ഇപ്പം ഞാൻ പറയാം. ഇപ്പം സെന്റ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരാളെ, മാരക പാപത്തിൽ ജീവിച്ച ഒരാളെ, 34 വർഷം പാപത്തിൽ ജീവിച്ച ഒരാളെ ഒരൊറ്റ വചനം, റോമ 13 ഒറ്റ വചനം പുള്ളിയെ മാനസാന്തരപ്പെടുത്തി. ആ വചനം മാനസാന്തരപ്പെടുത്തിയ ശേഷം പിന്നെ പുള്ളി പാപത്തിൽ വീണിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ എൻ്റെ അകത്തേക്ക് വചനം കയറണം. അതുപോലെ എൻ്റെ അകത്തേക്ക് വചനം കയറുന്നതാണ് വചനം ഇരിക്കുക എന്ന് പറഞ്ഞത്. വചനം ഇരുന്നാൽ മതി, ആ വചനം മതി. ഒറ്റ വചനം കൊണ്ട് ഒരുപാട് ആളുകളെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് വിശുദ്ധരെ മാനസാന്തരപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് വചനം ഇരിക്കുക എന്ന് പറഞ്ഞത്.